ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എയർ ഡ്രൈ ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും എയർ ഡ്രൈ ക്ലേ അല്ല, പൗഡർ എയർ ഡ്രൈ ക്ലേ ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പൗഡറും ഗ്ലൂവും മാത്രം മതി. അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പൗഡർ ക്ലേ ഉണ്ടാക്കിയെടുക്കാം. അപ്പം പൗഡർ നമ്മൾ കുറച്ച് ഇട്ടിട്ട് അതിലേക്ക് ഗ്ലൂ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഭയങ്കര സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൗഡർ നമ്മൾ ആഡാക്കി കൊടുക്കാം. അന്നേരം അത് കണക്കായിക്കോളും. പൗഡർ കൂടിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൗഡർ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടയായിട്ടിങ്ങനെ ഉരുട്ടാൻ നോക്കുമ്പം അതിങ്ങനെ ഫുള്ള് പൊടിഞ്ഞൊടിഞ്ഞു പോകും. നമുക്ക് ഇങ്ങനെ ഉരുട്ടാനായിട്ട് പറ്റില്ല. അപ്പം അതിനർത്ഥം പൗഡർ കൂടി എന്നാണ് അർത്ഥം. അപ്പം അതിലേക്ക് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്താൽ മതി, അപ്പം സെറ്റായിക്കോളും. നല്ലോണം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടാനൊക്കെ പറ്റുന്നുണ്ട് നോക്കണം. അപ്പം നല്ലോണം ഉരുട്ടാനൊക്കെ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ള് പൊടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പൗഡർ കൂടിപ്പോയെന്ന് കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ആഡ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പറാണ്. രണ്ട് സാധനം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ക്ലേ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് പൊളിയല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ ഉരുട്ടാനും ഇങ്ങനെ ഇതേപോലെയൊക്കെ ആക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലേ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പലരുടെയും ഡൗട്ടായിരിക്കും, ഇങ്ങനെ നമ്മൾ ഗ്ലൂവും കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടായതുകൊണ്ട് പെട്ടെന്ന് കട്ടയായി പോവില്ലേന്ന്. അപ്പം പെട്ടെന്ന് അങ്ങനെ കട്ടയായി പോകുന്നില്ല. നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കുറേ നാളത്തേക്ക് ഇരുന്നോളും. ഞാനിത് ഫസ്റ്റ് ടൈം അല്ല ഞാൻ ചെയ്യുന്നത്, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താണ് കമൻറ്റ് ചെയ്യടോ. ബൈ.